ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തമിഴ്നാട് റെസിപ്പി പൊങ്കലാണ്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പച്ചരി എടുത്തിട്ട് ഇനി ഇതുപോലെ അതേ ബൗളിൽ തന്നെ അതിൻ്റെ പകുതിയിൽ നമ്മൾ പരിപ്പ് എടുക്കണം. അതായത് പരിപ്പ് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് അതുപോലെ ഇടണം. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം കഴുകണം. ഈ അരി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകവും, ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നല്ലപോലെ. ഇതിലേക്ക് നമുക്കിനി ഞാൻ അരി അളന്ന മെഷറിംഗ് കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കുക്കറിൽ വെച്ച് 2 വിസിൽ അടുപ്പിക്കണം. ഈ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.